അടുത്ത ആറാമത്തെ കഥയാണ് കഥാസായാഹ്നത്തില്. ഇത് അവതരിപ്പിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ശ്രീമതി ഉഷ. ഔദ്യോഗിക ജീവിതത്തിന്റെ 40 വർഷം ഭാരതീയ വിദ്യാഭവനിലായിരുന്നു. ഭവൻ സ്വർണ വിദ്യാലയത്തിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. കഥകൾ, കവിതകൾ അങ്ങനെ പലതും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉഷ മാം ഇന്ന് അവതരിപ്പിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത എന്നത് ഏതൊരാളിലും ആവശ്യം വേണ്ട ഒരു ഗുണം തന്നെയാണ്. അത് ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളിൽ എത്തിക്കാനായി ഒരു അധ്യാപിക നടത്തുന്ന ശ്രമവും അതിന്റെ പരിണിത ഫലവുമാണ് ഈ കഥയുടെ പ്രമേയം. വിതച്ചതേ കൊയ്യൂ. അവതരിപ്പിക്കുന്നത് ശ്രീമതി ഉഷ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ വിതച്ചത് കൊയ്യാം എന്നാണ്, അല്ലെങ്കിൽ വിതച്ചത് കൊയ്യും എന്നാണ്. ഒരു സ്കൂളിൽ ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ സാമൂഹിക വികസനത്തിനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. അതുപ്രകാരം ഓരോ കുട്ടിയും അവർക്ക് പരിചയമുള്ള സൽപ്രവൃത്തികളിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു റിബൺ കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ആ വ്യക്തി ഇതുപോലെ സൽപ്രവൃത്തിയിൽ ഏർപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ റിബൺ കെട്ടിക്കൊടുക്കണം. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടു പോകണം. അതായിരുന്നു ആ പദ്ധതി. ആ ക്ലാസ്സിലെ മീര എന്ന കുട്ടി നല്ല മിടുക്കിയായിരുന്നു. അധ്യാപകർ എന്ത് ജോലി കൊടുത്താലും അത് വേഗം ചെയ്തു തീർക്കും. അത് പ്രകാരം അന്ന് വൈകുന്നേരം തന്നെ ആ കുട്ടി അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു റിബൺ വാങ്ങി. പിന്നെ ആലോചിക്കാൻ തുടങ്ങി, ആരുടെ കയ്യിലാണ് ഈ റിബൺ കെട്ടിക്കൊടുക്കേണ്ടത്? നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ കണ്ടുകിട്ടണ്ടേ? അതാരാണ്? അവൾ ഓർത്തപ്പോൾ വിചാരിച്ചു, തന്റെ വീട്ടിൽ എല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നവരാണ്, അവരുടെ ആരെങ്കിലും കയ്യിൽ കെട്ടിക്കൊടുത്താലോ? വേണ്ട, ഒരാളുടെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ മറ്റവർക്ക് വിഷമാവില്ലേ? അപ്പൊ എന്നാ പുറമെ നിന്ന് ആരെങ്കിലും അന്വേഷിക്കാം. രാത്രി ഉറക്കത്തിലൊക്കെ അവൾ എണീറ്റ് ആലോചിച്ചു. ആരെയും കിട്ടിയില്ല. പിറ്റേ ദിവസം അവൾ ബസ് സ്റ്റാൻഡില് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഭാസ്കരേട്ടൻ എന്ന അവളുടെ ഭാസ്കരൻ മാവൻ, അത് അവളുടെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു, അവിടെ എത്തുന്നത്. അദ്ദേഹത്തെ കണ്ട ഉടനെ മീരയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. 2 ദിവസം മുമ്പ് സംഭവിച്ച ഒരു അനുഭവമാണ്. അടുത്തുള്ള ഒരു കടയിൽ നിന്ന്, നോട്ട്ബുക്കിന്റെ കടയിൽ നിന്ന് അവൾ ഒരു പുസ്തകം വാങ്ങുമായിരുന്നു. അതൊരു പാവപ്പെട്ട സ്ത്രീ നടത്തുന്ന കടയായിരുന്നു. അവിടെ ഈ അമ്മാവനും നിൽക്കണ്ടായിരുന്നു. അദ്ദേഹം 5-6 നോട്ട്ബുക്കുകൾ വാങ്ങി. അപ്പൊ ഈ സ്ത്രീ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ എന്തിനാണ് എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ എനിക്ക് പുസ്തകങ്ങളൊന്നും ആവശ്യമില്ല, പക്ഷെ ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്കതൊരു ഉപകാരമാവില്ലേ? കൂടാതെ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി അടുത്ത് തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അവിടെ ധാരാളം ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ആ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവർ അത് ആ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പൊ അവർക്ക് സന്തോഷാവില്ലേ? മീര പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഓടി ആ മാമന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ആ റിബൺ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മാമന്റെ ഈ സൽപ്രവൃത്തി ഉണ്ടല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് അത് ഞാൻ അറിഞ്ഞതാണ്, അതുകൊണ്ട് മാമന്റെ കയ്യിൽ ഞാൻ ഈ റിബൺ കെട്ടിത്തരുകയാണ്. ഇത് എന്റെ അധ്യാപിക പറഞ്ഞ ഒരു പദ്ധതി പ്രകാരമാണ്. മാമൻ ഇതുപോലെ സൽപ്രവൃത്തിയിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ റിബൺ കെട്ടിക്കൊടുക്കണം, അത് മറക്കരുത്. രണ്ടുപേരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഭാസ്കരേട്ടൻ ഓഫീസിലേക്ക് പോയി, അവിടെ ജോലി തുടർന്നു. വൈകുന്നേരം ആയപ്പോഴാണ് ആ റിബണിന്റെ കാര്യം അദ്ദേഹം ഓർത്തത്. ഈ റിബൺ ഇനി താൻ ആർക്കാണ് കെട്ടിക്കൊടുക്കേണ്ടത്? അദ്ദേഹം ആലോചിച്ചു. അധികം ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം
അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തായിരുന്നു വേറെ ഈ ഓഫീസിന്റെ മറ്റൊരു ശാഖ. അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും ഈ ഓഫീസിലെ ഫയലുകളൊക്കെ അവിടെ കൊണ്ട് അദ്ദേഹത്തിനെ കാണിക്കേണ്ട ചുമതല ഭാസ്കരേട്ടനായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എത്ര തിരക്കിലാണെങ്കിലും ഇദ്ദേഹത്തിന് ഭാസ്കരേട്ടന് അദ്ദേഹം കൊണ്ടുചെന്ന ഫയലുകളൊക്കെ വേഗം നോക്കി ഒപ്പിട്ട് കൊടുക്കും. ഭാസ്കരേട്ടന് മാത്രമല്ല, ആര് ചെന്നാലും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം. രാത്രി എത്ര ലേറ്റ് ആയിട്ട് ഇരുന്നാലും ശരി, അദ്ദേഹം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ താൻ സ്വയം ബുദ്ധിമുട്ടി എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ സന്മനസ്സുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം പെരുമാറി. എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, ശരി, എന്നാൽ ഇദ്ദേഹം തന്നെയാണ് പറ്റിയ ആൾ. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കാം, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഈ റിബൺ കെട്ടിക്കൊടുക്കണമെന്ന്. അത് വിചാരിച്ച് ആ ഓഫീസിലെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോ അദ്ദേഹം സാധാരണ കാണുന്ന പോലെ ഫയലുകളൊക്കെ നോക്കി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സന്മനസ് കാരണം താൻ ഈ റിബൺ കയ്യിൽ കെട്ടി തന്നോട്ടെ, ഇതൊരു പെൺകുട്ടി യുടെ പദ്ധതി പ്രകാരം, ഒരു സ്കൂളിലെ ടീച്ചർ കൊടുത്ത പദ്ധതി പ്രകാരമാണ് ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഒന്ന് പുഞ്ചിരിച്ചു. സന്തോഷമായി അദ്ദേഹത്തിനും. ഈ ഭാസ്കരേട്ടൻ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇദ്ദേഹം രാത്രി പിന്നെയും ജോലിയെല്ലാം ചെയ്ത് വളരെ വൈകി, സാധാരണത്തെ പോലെ വളരെ വൈകി വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോ അദ്ദേഹം ആലോചിച്ചു, വീട്ടിൽ മകൻ ഒറ്റയ്ക്കാണ്, തനിക്ക് മകനെ നോക്കാൻ ഒരിക്കലും സമയം കിട്ടാറില്ല. വീട്ടിൽ ഇന്ന് മോൻ ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്ന്. വീട്ടിലെത്താറായപ്പോഴാ ഓർത്തെ, ആ മകൻ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യും. പഠിപ്പിന്റെ കാര്യത്തിലോ മറ്റു ഒരു കാര്യത്തിലോ തന്നെ ആശ്രയിക്കാറില്ല. തന്റെ ഭാര്യയാണെങ്കിൽ കുറെ ദൂരെയുള്ള സ്ഥലത്താണ് ജോലി ചെയ്യണേ. ആകെയുള്ള ഒരു ജോലിക്കാരിയാണെങ്കിൽ വീട്ടില് എല്ലാ സാധനങ്ങളൊക്കെ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, അടിച്ചു വാരി തുടച്ചൊക്കെ പോവും. പക്ഷെ മകന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. മകൻ ഒരു പരിഭവവും ഇല്ലാതെ സ്വയം എല്ലാം ചെയ്യും. ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നേ? മകന്റെ കയ്യിൽ ഞാൻ ഈ റിബൺ കെട്ടി കൊടുക്കാൻ പോണ, അവനെ ഇന്ന് അഭിനന്ദിക്കണം എന്നോർത്ത് അദ്ദേഹം വീട്ടിൽ ചെന്ന് മുകളില് അവന്റെ മുറിയിൽ ചെല്ലുമ്പോ അരണ്ട വെളിച്ചത്തിൽ കണ്ടു അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ നോക്കിയപ്പോ അവന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് ഓർത്തെങ്കിലും അവനോട് പറഞ്ഞു, നിന്റെ എല്ലാ കാര്യങ്ങളും നീ സ്വയമല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്, നീ മിടുക്കനാണ്, നിന്റെ കയ്യിൽ ഞാൻ ഈ റിബൺ കെട്ടിത്തരികയാണ്. അങ്ങനെ അദ്ദേഹം ആ റിബൺ മകന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോ കയ്യിൽ നിന്ന് ഒരു കടലാസ് താഴെ വീണു. അപ്പൊ അത് എന്താണ് എന്ന് അദ്ദേഹം കുനിഞ്ഞ് അത് എടുത്തു നോക്കിയപ്പോ അതിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് തുറന്ന് വായിച്ചപ്പോൾ അതിൽ മകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണെന്ന്. അദ്ദേഹം സ്തബ്ധനായി കരഞ്ഞുപോയി. മകനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം മകനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് മകനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നെ കൂടാതെ ഞാൻ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും കുറച്ച് സമയം കണ്ടെത്തി നിന്റെ കൂടെ ഞാൻ ഇരിക്കാം, അതെന്റെ വാക്കാണെന്ന്. മകൻ സന്തോഷായി. മകൻ ആത്മഹത്യ ചെയ്തില്ല. പക്ഷേ ആ റിബൺ ആർക്കും കൈമാറിയില്ല. അവൻ അത് ഭദ്രമായി അവന്റെ വീട്ടിലെ അവന്റെ കബോർഡിന്റെ ഉള്ളിൽ അവൻ എടുത്തു വെച്ചു. അച്ഛന്റെ ആ സ്നേഹത്തണലിൽ അവൻ വളർന്നു വലുതായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ പഴയ റിബണിന്റെ കാര്യം അച്ഛനെ ഓർമ്മിപ്പിച്ചു. ആ പെൺകുട്ടികൾ അച്ഛൻ അന്വേഷിച്ചു ആ പെൺകുട്ടിയെ പറ്റി, റിബൺ കൊടുത്ത ആ പെൺകുട്ടിയെ പറ്റി. ആ പെൺകുട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ റിബൺ കെട്ടിത്തന്ന ഭാസ്കരേട്ടനെ കുറിച്ച്, ഭാസ്കരേട്ടനിൽ നിന്ന് ടീച്ചറെ കുറിച്ച്. അപ്പോൾ അവരറിഞ്ഞു അടുത്ത മാസം ആ ടീച്ചറിന്റെ വിടവാങ്ങലാണ്. ടീച്ചർ വിരമിക്കുകയാണ് ജോലിയിൽ നിന്ന്. ടീച്ചറുടെ വിടവാങ്ങൽ പരിപാടിയിൽ ഒരു അപരിചിതൻ വന്നെത്തി. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ആ നാട്ടിലെ പുതിയ ആസ്പത്രിയിലെ പുതിയ ഡോക്ടറായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു റിബൺ എടുത്ത് പുറത്ത് കാണിച്ചു, എല്ലാവരെയും കാണിച്ചു. എന്നിട്ട് ആ റിബണിന്റെ കഥ പറഞ്ഞു. ആ റിബൺ അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിച്ചു എന്നും, ആ ടീച്ചർ കാരണമാണ്, ആ അധ്യാപിക കാരണമാണ്
തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത് എന്നും. ഇത്രയും പറഞ്ഞ അദ്ദേഹം ആ റിബൺ എടുത്ത് ടീച്ചറുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അതെ, ആ അധ്യാപികയ്ക്ക് അന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. അവർ വിതച്ചത് തന്നെ അവർക്ക് കൊയ്യാൻ സാധിച്ചു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ഇൻസ്പയറിംഗുമാണ്, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഓവർ ടു ദ ഓഡിയൻസ്. എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു കഥയാണിത്. ഉഷ, പറഞ്ഞോളൂ ആനന്ദ് സർ. മേഡം, ഇപ്പൊ ഈ കഥ ഇവിടെ അവതരിപ്പിക്കാനുണ്ടായ കാരണം എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? We hear lot of stories which are on the negative side, but it's a very positive, inspiring story that you have narrated. ഒരു മാലപ്പടക്കത്തിന്റെ എഫക്റ്റ് ഒരിടത്ത് തുടങ്ങി അത് അടുത്തതിലേക്ക് ഇങ്ങനെ പോകുന്ന വരി. സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി സർ. ഇത് നമ്മളെ സ്കൂളുകളിൽ ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് പലപ്പോഴും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ പണ്ടൊന്നും ഉണ്ടാവാറില്ല. നമ്മുടെയൊക്കെ കാലത്ത് എപ്പോഴും എല്ലാം എന്തെങ്കിലും ചെറിയ 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 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ടീച്ചർമാരെ എല്ലാവരും കൂടി, പേരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി അത് സോൾവ് ചെയ്തോളും, കുട്ടികളെ നേർവഴിക്ക് നടത്തിക്കോളും. പക്ഷെ ഇപ്പൊ എന്താണ് കേൾക്കണേ? എന്താ കുട്ടികൾ ചെയ്യാൻ പോണേ? അടുത്ത ഒന്ന് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന ചീത്ത പറഞ്ഞ ആ ചൈൽഡ് ലൈനിൽ പോവുകയായി, അല്ലെങ്കിൽ ആ മാഷെ അല്ലെങ്കിൽ ഹെഡ് മാഷെ കൊല്ലാൻ നോക്കുകയായി. അങ്ങനെ കൊല്ലുക എന്നുള്ള ഒരു ഇതാണ് കുട്ടികളുടെ ഇടയിൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ പല അധ്യാപകർക്ക് അവർ വിചാരിച്ച കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് അവർക്ക് എപ്പോഴും ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആ ഒരു ഇത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആ ശരിക്കുള്ള റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ വേണം. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ സിനേറിയയില് നമുക്ക് എത്ര നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. ഇനി വരുന്ന കാലത്തെ അധ്യാപകര് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. എങ്കിലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ ഒരു ചെറിയ ചേഞ്ച് എങ്കിലും സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഈ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാം എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട്. അങ്ങനെ പേരൻസും ടീച്ചേഴ്സും, ഞാൻ ഈയിടെ ഒരു കഥയിൽ ഞാൻ പറഞ്ഞു, ഒരു പ്രസംഗത്തില് കുട്ടികൾ, അധ്യാപകർ, പേരൻസ്, ഇവര് മൂന്നുപേരും ഒരു ട്രയാങ്കിളിലെ വെർട്ടിസസ് ആണ്, കോർണേഴ്സ് ആണ്. അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്, സ്ട്രോങ് ബോണ്ട്. ഈ വെർട്ടെക്സിൽ ഒരു വെർട്ടെക്സ് പോയാൽ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പൊ 3 വെർട്ടിസസും സ്ട്രോങ് ആയിരിക്കണം. ആ ബോണ്ട് ബിറ്റ്വീൻ പേരന്റ് ആൻഡ് ചൈൽഡ് ആൻഡ് ടീച്ചർ ആൻഡ് പേരന്റ്, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അത് കുട്ടികളുടെ അതുകൊണ്ട് എന്താ ഉണ്ടാവുക? കുട്ടികളുടെ നന്മയാണ് ഉണ്ടാവുക. ഈ എല്ലാ ടീച്ചേഴ്സും 99%, 99.99% എല്ലാവരും തന്നെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ചിലവരുണ്ടാവാം, അറിയില്ല, പല അട്രാക്ഷൻ കൊണ്ട് എന്തെങ്കിലും വ്യതിചലിക്കുന്നവരുണ്ടാവാം. പക്ഷേ എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. പേരൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സും. അവരെ പഴയ കാലത്തെ ഗുരു എന്നൊന്നും നമുക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഇതനുസരിച്ച്. പക്ഷെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇവിടെയും ഈ ഗ്രൂപ്പിലും കുറെ ടീച്ചേഴ്സ് ഉണ്ട്. ഈ ടീച്ചേഴ്സ് നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയാ. അങ്ങനെ തന്നെ ഈ പറഞ്ഞ ഈ കഥ എനിക്ക് വാട്സാപ്പിൽ കിട്ടിയതാണ്, ഒരു അനുഭവ കഥയാണ് എന്ന് തോന്നുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവന്നതാണിത്. അപ്പോ എല്ലാവർക്കും കൂടി സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സിറ്റിസൻസിന്, നാളേക്കുള്ള സിറ്റിസൻസിന് വേണ്ടി പറ്റുന്നത് ചെയ്യാം. നന്ദി.